പിന്നെ അരുൺ ചേട്ടന്റെ ലൈഫിലെ ഒരു ആരെങ്കിലും ഒരു ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ വ്യക്തിത്വം ആരെങ്കിലും ഉണ്ടോ? എന്റെ അമ്മ തന്നെ. അമ്മ വർക്കിംഗ് വുമൻ ആയിരുന്നു? അമ്മ ജോലി നേരത്തെ ടെലികോംസിൽ വർക്ക് ചെയ്തിരുന്നു. അത് നിർത്തിയിട്ട് വീട്ടിൽ ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോലി നിർത്തിയൊക്കെ വീട്ടിലേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്കൊക്കെ ജോലി ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ നിർത്തി ഡബിങ് പോലുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നു. അപ്പൊ അതിന് മുൻപെന്ന് പറഞ്ഞാൽ ഇപ്പൊ കലാഭവനിലൊക്കെ പോകുന്ന സമയത്ത് അന്നൊക്കെ ഒരുപാട് നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും അത്ര വലിയ സംഭവമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു ദിവസം പോകാനുള്ള ട്രാവലിന്റെ എക്സ്പെൻസ് ഒക്കെ ആ ലൈഫിൽ നിന്ന് മാറ്റി വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ പേര് തന്നെയാണ്. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ ഹേമലത ടീച്ചറുണ്ട്, പിന്നെ ഒരു ആശ ചേച്ചിയുണ്ട്. ചേച്ചിയാണ് എന്നെ തിയേറ്ററിന്റെ പ്ലേയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ സാധിക്കും. നിങ്ങൾ ഫാമിലിയെ കുറിച്ച് പറയൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ കല്യാണം കഴിച്ചു. അവന് കുട്ടിയുണ്ട്. താങ്കൾ കല്യാണം കഴിച്ചിട്ടില്ല? സിംഗിൾ ആണ്. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹം മനസ്സിൽ ബിജു മേനോൻ പറഞ്ഞല്ലോ, നാളെ പെടുന്ന കിട്ടിയാൽ കിട്ടാൻ തയ്യാറായി നിൽക്കുന്ന ആളാണോ? ഇല്ല, അത് ഇത്രയും കാലം കിട്ടാത്തതുകൊണ്ടല്ലോ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. വെയിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട്? ആരെങ്കിലും മനസ്സിൽ കണ്ടുവച്ചു ആ മഹാസംഭവം നടക്കാൻ വേണ്ടി, അതിനാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. അനുഷ്കയെ പോലെ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പ്രഭാസിന്റെ ശബ്ദം മാത്രമല്ല, അതേപോലെ ഒരാളെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് ഈ സുമംഗലി ഭവ എന്ന് പറയുന്ന പോലെ സുമംഗലൻ ഭവ നടക്കട്ടെ. ഇനി ദേവയാനിയുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയൂ. ഞാന് അമ്മ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. കവിത. ഞാൻ മാരീഡ് ആണ്. അതെ. അയ്യോടാ, സ്മോളി കുഞ്ഞു അല്ലേ? ഞാൻ വിചാരിച്ചു. എന്നിട്ട് വീട്ടില് ഈ എങ്ങനെ മാരീഡ് ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു? അങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നേരെ പോകാൻ പാടില്ലേ? ഇല്ല, ഇതുവരെ ഹസ്ബൻഡ് ഈ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടിട്ട് എൻജോയ് ചെയ്യും. ശീലായി. വേറെ കുഞ്ഞുമാവുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് 3 years ആയി. അപ്പൊ ഹസ്ബൻഡിന്റെ പേര് വൈഷ്ണവ് എന്ത് ചെയ്യുന്നു? വൈഷ്ണവ് ഒരു സെയിൽസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യാണ്. മാർക്കറ്റിംഗ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും നേരം നമ്മളെ ചിരിപ്പിച്ച ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ റെഡ് കാർപ്പറ്റ് ഒരു സ്നേഹ സമ്മാനം ഞാൻ തരാൻ പോണ. റെഡി? യെസ്. പിന്നെ നമുക്ക് ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട്. അത് കൂടുതലും എനിക്ക് തോന്നുന്നു അരുൺ ചേട്ടനുള്ള സർപ്രൈസ് ആണ്. അരുൺ ചേട്ടന് വളരെ പരിചിതമുള്ള ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഷെയർ ചെയ്യാനുണ്ടാവും തീർച്ചയായിട്ടും. ആ കുട്ടി, ആ കലാകാരി ഇവിടെ വന്നപ്പോഴും ആദ്യം അന്വേഷിച്ചതും പറഞ്ഞതും ഒക്കെ താങ്കളെ കുറിച്ചിട്ടാണ്. ആരാധികയാണോ ചോദിച്ചാൽ ആരാധിക മാത്രല്ല, വേറെ ഒരു ആത്മബന്ധമുണ്ട്. എനിക്കുള്ള പണിയല്ല. കാണുമ്പോ സന്തോഷം ഇങ്ങനെ മനസ്സിൽ വരും. നല്ല ഒരു ചിരി സമ്മാനിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മൾ ഇന്ന് വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ പെർഫോമൻസും ഉണ്ട്. ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് സമയം കളയാതെ ആ മിടുക്കിയെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. റെഡി? സോ നമ്മുടെ റെഡ് കാർപ്പറ്റിലെ ആ വിശിഷ്ട അതിഥിയെ നമ്മൾ സ്വാഗതം ചെയ്യാമാണ്. സോ ലെറ്റ്സ് വെൽക്കം ജൂഡി ചാൻ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്കളുടെ സുഹൃത്ത് അല്ലെങ്കിൽ താങ്കൾ ജീവിതം നൽകിയ ഒരു കുട്ടി. അങ്ങനെയൊക്കെ പറയുന്നത് ഇതിനെയൊക്കെ അവിടെ വെച്ചിട്ട് സമാധാനമായിട്ട് പരിപാടി ചെയ്യാൻ ഞാനിവിടെ വന്നത്. അപ്പൊ വീണ്ടും ഇതാണോ എനിക്കുള്ള സർപ്രൈസ്? ഗാഥാ ജാമിന് പകരം ജൂഡിറ്റ് ജാം. ഈ ജൂഡിറ്റാന്റെ അർത്ഥം എന്താണ് കുട്ടി? ജൂഡിത്ത് എന്ന് പറയുന്ന ഒരു ഹീബ്രു നെയിമാണ്. എന്ത് നെയിം? ഹീബ്രു നെയിമാണ്. ഈ ഹീബ്രു എന്ന് വെച്ചാൽ എന്താണ്? ഹീബ്രുവിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കും. ഹീബ്രു ആരാണ്? ഹീബ്രുവിന്റെ ശബ്ദം ഇങ്ങനെയാണ്. ഹീബ്രു മൃഗാണോ? എന്താണ് ഹീബ്രു? ഹീബ്രു ഒരു ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് ഞാൻ പഠിച്ചിട്ടില്ല. അന്ന് ഞാൻ ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ ഹീബ്രു ലാംഗ്വേജിലുള്ള ഒരു ഇതാണ് ജൂഡിറ്റ്. അതെ. അപ്പൊ ജൂഡ് ആന്റണിയും അങ്ങനെയായിരിക്കും ആ പേരിട്ടതല്ലേ? അല്ല, അതിന് വേറൊരു സ്റ്റോറി ഉണ്ട്. അതെ. ഇതാരെങ്കിലും തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി പേര് മനഃപൂർവ്വം, അതായത് ഇവര് പറഞ്ഞ പോലെ മനഃപൂർവ്വം അല്ല, അല്ലാതെ ആരെങ്കിലും ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി പേര് തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാദറിന്റെ പേര് പ്രസാദ് എന്നാണ്. അപ്പോൾ പലരും വിളിക്കുന്നത് ജൂഡിത്ത് പ്രസാദ് എന്നാണ്. അപ്പൊ എന്റെ അപ്പ ഇങ്ങനെ പറയും, എടി ചെറിയ നായർ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് നിന്റെ പേര് കേട്ടാലെന്നൊക്കെ പറയും. ആരും ശരിയായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ 2-3 തവണ ഇങ്ങനെ പറയണം ജൂഡിത്താൻ ഇങ്ങനെ. പക്ഷെ ഒരു വെറൈറ്റി നെയിം ആണ്. അതേപോലെ തന്നെ വെറൈറ്റി ഒരു കണ്ണുകൾ ഈ കുട്ടിക്കുണ്ട്. നല്ല ഒരു വെപ്പ് കണ്ണാണ്. അതൊക്കെ വെപ്പ് കണ്ടോ? കണ്ണ് വെള്ളത്തിലെടുത്തിട്ട് ഇതൊക്കെ എന്ത് കൂവൽ വളിയാ? തുമ്പിയോ?
സാധാരണ ഞാൻ കാണുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇങ്ങനെ പലതും കാണാം. എല്ലാ ദിവസവും എന്നെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുന്നുണ്ടാവും. എന്തെങ്കിലും ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഗുരുശിഷ്യ ബന്ധമാണോ, സുഹൃത്ത് ബന്ധമാണോ, അതോ അത്രേ ഉള്ളൂ ഓപ്ഷൻസ് അല്ലേ? അല്ല നിങ്ങള് ആ സ്വാസിക്ക് ബന്ധം എന്താണെന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാ? ശരി, അതായത് ഈ കുട്ടി സർപ്രൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഈ കുട്ടി ഇവിടെ വന്ന് അന്വേഷിച്ചു അരുൺ ചേട്ടൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും എവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടി, എന്താണ് ഒന്നുമില്ല, മറ്റേ നമ്മൾ വേറെ രീതിയിൽ പറയട്ടെ, തെറ്റിദ്ധരിക്കലോ. കോടമ്പാക്കത്തൂടെ ആ ചാൻസ് ചോദിച്ച് അലഞ്ഞ് ഒരു ചാൻസും കിട്ടാത്ത കാലത്ത് ഏതോ ഒരു പരസ്യം ചെയ്ത ശബ്ദം കേട്ട് എൻ്റെ ഫ്രണ്ട് അജിത് കുമാർ, അജിത്ത് വിളിച്ചാൽ അളിയ ആ ശബ്ദം കൊള്ളാലോ, അതാരാന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തോളിലേറ്റിയ ഭാരമാണ്. ഞങ്ങളടുത്ത് കഴുത്തി ചുറ്റിയ പാമ്പാണ് എന്നൊക്കെയാണല്ലോ. മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്, എങ്ങും വന്ന് മുട്ടിയിട്ടില്ല. ഇവരുടെ ഭാഗ്യമാണ് കേട്ടോ എന്നെ പോലൊരു ആളെ. അല്ലേ അല്ല എണ്ണട്ടാ ചേട്ടൻ ആ കാര്യങ്ങൾ ഓർക്കുമ്പോ തന്നെ പെരുവരല് എന്നിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തോളത്തിട്ടു. എന്നിട്ട് തോളത്തൊന്നും ഇട്ടില്ല, അവിടെ മാറ്റി വെച്ചു. അത്യാവശ്യം ഞങ്ങളുടെ കുറെ സിനിമകളിൽ ഇപ്പൊ അവര് നല്ല, ഇപ്പൊ നമ്മൾ തമാശയായിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, നല്ല സിംഗറാണ്, ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, പാടുന്നുണ്ട്. ഞങ്ങളുടെ സിനിമകളിൽ ഒരു 5-6 സിനിമകൾ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത ഫിലിംസിൽ പാടിയിട്ടുണ്ട്. അല്ലാതെ അതിന് മുമ്പേ തന്നെ പ്ലേ ബാക്ക് സിംഗറാണ്, അവർക്ക് പിന്നെ കഴിവുണ്ടല്ലോ. അപ്പൊ ഈ അന്യഭാഷ ചിത്രങ്ങളിലാണ് ഡബ് ചെയ്തല്ലേ? ആ പവൻ കല്യാൺ സാറിന്റെ ആ മൂവിയിൽ പാടിയിട്ടുണ്ട്, അതുപോലെ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇപ്പൊ മറഡോണ അങ്ങനെ ഒരുപാട് സീരീസിലും അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സോ ഡബിംഗ് ആണോ അതെയോ ഈ സിംഗിങ് കരിയർ ആണോ കൂടുതൽ ഇഷ്ടം? അല്ല, നമുക്ക് 2 കണ്ണുണ്ട്. ഈ കണ്ണാണോ ഇഷ്ടം എന്ന് നമ്മൾ ചോദിക്കില്ലല്ലോ. അതുപോലെയാണ് എനിക്ക് 2 കണ്ണുകൾ പോലെയാണ്. എനിക്ക് 2 ഈക്വലി ഇഷ്ടമാണ്, ഡബിംഗ് ആയാലും പാട്ടായാലും. ഓക്കെ, ഡബിംഗ് ആൻഡ് സിംഗിങ് രണ്ടും ഇഷ്ടമാണ്. ഇനി ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ, അംബീഷൻ ഉണ്ടോ? ഞാൻ ഹൈലി ആംബിഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്, എനിക്ക് നന്നായി ഡാൻസ് ചെയ്യണമെന്നുണ്ട്, ആക്ട് ചെയ്യണമെന്നുണ്ട്, മോഡലിംഗ് ചെയ്യണമെന്നുണ്ട്. ഇതെല്ലാം ആഗ്രഹമുണ്ട് എനിക്ക്. എല്ലാം ചെയ്യണം, എല്ലാ മേഖലയിലും ഒന്ന് കൈവയ്ക്കണം, എന്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെൺ സുഹൃത്തിനെയാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. സൂപ്പർ, നിങ്ങൾ കണ്ടെടുത്ത മുത്താണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം. ഇനി പറയൂ, വേറെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്ത് ചെയ്യണു? അപ്പ, അമ്മ, പിന്നെ ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ മൂത്തത്, ബ്രദർ, സിസ്റ്റർ, ബ്രദർ, അങ്ങനെ ഞങ്ങൾ 4 പേരാണ്. എന്ത് ചെയ്യുന്നു ജൂഡി? ഞാൻ MA കംപ്ലീറ്റ് ചെയ്തു, SH കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ MPhil ചെയ്യുന്നു ക്യുസാറ്റിൽ. ശരി, പിന്നെ ഒരുപാട് മൂവിയിൽ പാടിയിട്ടുണ്ട്. ബ്രദേഴ്സ് ഡേയിലൊക്കെ പാട്ട് പഠിക്കുന്ന ഈ ആളാണെന്ന് പലർക്കും അറിയില്ല. ഈവൻ ഞാൻ വരെ ഇന്നാണ് അതൊക്കെ മനസ്സിലാക്കി. അത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത്. കാരണം പോടുന്നു ഞാൻ ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ ഈ പാട്ട് എല്ലായിടത്തും ഇടും. അതെ, എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ആർക്കും അറിയില്ല ഇത് ഞാനാ പാടിയ. അത് എപ്പോഴെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സിറ്റുവേഷൻ തന്നെ ആയിരുന്നു? ഇല്ല, എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക് തിരിച്ചാ തോന്നിയിട്ടുള്ളത്. ബിക്കോസ് നമ്മളെ ആരും റിയലൈസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ പാട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ പാട്ടിന് 2 വരി ഒന്ന് വേഗം ഒന്ന് പാടാം, ഒരു ഓളത്തിന്. ഹേ താലോലം തുമ്പിപ്പെണ്ണാടേ, ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും പോരാമോ? ഹേ താലോലം തുമ്പിപ്പെണ്ണാടേ, ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും പോരാമോ? സാരാ സമാന മാനാ മസ്താന തേരെ ഇരാദെ പേ ഘൂമേ ദീവാന. കണ്ണാടി കണ്ണിൽ ഒരു കിന്നാരം കണ്ടേ, ചിന്തൂര ചേലോടെ പോരു പെണ്ണാളെ. അങ്ങനെയാണ് ആ പാട്ട്. അപ്പോ പിന്നെ കക്ഷി അമ്മണി പിള്ളേര് പാടിയിട്ടുണ്ടല്ലേ? അതെ, അതൊരു പാട്ടല്ല, അതൊരു വായ്ത്താരി പോലെയാണ്. ഓ, അങ്ങനെ. ആ മോണ്ടാഷിൽ വരുന്ന ആ വോയിസ് ആണോ? അതെ, ആ ഒരു വോയിസ് ആണ് ചെയ്തിരിക്കുന്നത്.